സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ മൈ ഗോഡ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ സെറ്റ് ആയിട്ടുള്ള ഒരു ഫണ്ണി ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് എന്നാണ് ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഇതിൽ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം, നമ്മൾ വരച്ച് ഇതിനൊരു കംപ്ലീറ്റ് ആക്കണം. ജസ്റ്റ് ആ ഒരു പേരൊക്കെ ഒന്നിന് മനസ്സിലാവും. അപ്പോൾ ഒരു കിടിലം ഗെയിമാണെന്ന് തോന്നുന്നു. അപ്പോൾ ലെറ്റ്സ് ബി പ്ലേ. പിന്നെ ഒരു സത്യം കൂടെ പറയാം ഗൈസ്, ഞാൻ ഇതിനു മുമ്പ് ഇത് 2-3 ലെവൽ കളിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കിത് അറിയാം. എന്നാലും നാച്ചുറലായിട്ട് ആദ്യമായിട്ട് കളിക്കണ പോലെ ഒന്ന് കളിച്ചാണ് തരാം. നമ്മളിപ്പോൾ ഇതിന് നമ്മൾ വരച്ചുള്ള പൂച്ചല്ല ഫിഷാണ്. അപ്പോൾ ഇതിനൊരു കമ്പനി ഇല്ലാത്ത ഫിഷ് ഹാപ്പി ആക്കാൻ വേണ്ടി നമ്മളൊരു ഫിഷ് വരച്ചു കൊടുക്കണം. നമ്മളപ്പോൾ ഇങ്ങനെ വരച്ചു കൊടുത്താൽ ഫിഷ് ആവും. ഓക്കെ, ഫിഷ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിഷ് കണ്ട് ഫിഷ് തോന്നൂല, എന്നാലും അത് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇവൻ പറയണ അയക്കണമെങ്കിൽ ഇവന് ചെവി വേണം. അപ്പോൾ ഇവന് ചെവിയാണ് വേണ്ട. അപ്പോൾ നമ്മൾ ചെവി ഇങ്ങനെ വരച്ചു, കുറച്ച് വലിയ ചെവി ഇടന്നോട്ട്. വലിയ ചെവി ഇട്ടിട്ടുണ്ട്. ഓക്കെ, സ്നോയാണ് മോനെ. എന്താ മോനെ തണുപ്പ് ഇറങ്ങുമ്പം ഷൂസൊക്കെ ഇട്ടുകൂടെ ഇറങ്ങിവിടേ. കുറച്ച് വളഞ്ഞു, അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. ഓക്കെ, ഈ ഇവന്മാരൊക്കെ എന്തിനാണ് ഇവന്റെയൊക്കെ തലയിൽ പിണ്ണാക്കാണല്ല കളിമണ്ണാണ്. ബഹിരാകാശത്ത് പോകുമ്പോ ആദ്യം വേണ്ടത് ഓക്സിജനാണ്. അത് വെക്കാനുള്ള തലയിൽ സാധനം വെക്കുന്നത് എന്തെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത് ചാമ്പൊക്കെ വരയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതാ നീയൊക്കെ. അപ്പൊ നമ്മളൊരു ഓക്സിജൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവന് എന്ത് ചിരിച്ചിട്ടുണ്ട്. അപ്പം ഒരു ക്രൗൺ വരച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഈ രാജാവിന് കിരീടമില്ലാതെ രാജാവ് കാണാൻ ഒരു മെനയില്ല. ഉപ്പില്ലാത്ത കന്നിയും കിരീടമില്ലാത്ത രാജാവ് ഒരുപോലെയാണ്, ഒരു രസം കാണൂല. അപ്പം രസത്തിന്റെ കാര്യം പറഞ്ഞപ്പോണ്ട് ഇന്നൊരു ഭയങ്കര രസമാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇതൊക്കെ ഒരു കിരീടമാണോ അവിടെ? അത് വേണ്ട. അപ്പൊ ഇതൊരു കിരീടമാണെന്ന് നിങ്ങൾ സങ്കല്പിക്കാം. എനിക്ക് അത്ര വരയ്ക്കാൻ കഴിവില്ലാത്തോണ്ടേ. ഓക്കെ, ഇവൻ എന്തുവാണ്, ഇവന് ബോൾ ഇല്ലെന്നാണ് തോന്നുന്നത്. ഒരു ബോൾ വരച്ചു കൊടുക്കാം. ഉപ്പോ ബോൾ വരച്ചു. അവന്റെ ഇതൊക്കെയാണ് അവന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കത്തുക ഗിളുഗിളുഗിളുഗിളെന്ന് പറഞ്ഞോണ്ട്. പൊളി. അപ്പൊ ലെറ്റ്സ് ഗോ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവക്ക് രക്ഷപ്പെടാൻ എന്തോ വരച്ചു കൊടുക്കണോന്നാണ് പറഞ്ഞത്. ഏണി വരച്ചു കൊടുക്കണമായിരിക്കും, അതായിരിക്കും രക്ഷപ്പെടാൻ ഈസി. ഓക്കെ, ഏണി വരച്ചു കൊടുത്ത്. ഓക്കെ, ഏണി വരച്ചു രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ തള്ളച്ച് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ. നെക്സ്റ്റ്. ഓക്കെ, ഒരു കണ്ണാട മാത്രം, കണ്ണടയിലെ ഒരു ഗ്ലാസ് മാത്രമേ, മറ്റേ ഗ്ലാസ് നമ്മൾ വരച്ചു കൊടുക്കണം. കുറച്ച് ലെൻസ് കൂടുതൽ കിടന്നുണ്ട്, കുറച്ച് സൂം ചെയ്ത് കാണിട്ട്. എടാ അങ്ങനെ ചെയ്താൽ ശരിയാവൂലടാ. ക്ലിയർ ചെയ്തിട്ട് ഒരുന്നരം വലുതായി കേട്ടോ. പക്ഷെ ഇവന്റെ അയ്യോ മോന് പൊന്നൂസിന് നാണം വരണടാ. അയ്യോ കണ്ണിക്കൂടെ വെള്ളമൊക്കെ വന്നേട്ടാ ചിരിച്ചിട്ട്. പൊന്നൂസിന് ഇവൻ എന്താണ് ഇല്ലാതെന്ന് മനസ്സിലായോ? നിങ്ങൾ ഉദ്ദേശിച്ച അതല്ല ഏട്ടാ, ഇവന് നിക്കറില്ല. അപ്പൊ നിക്കറാണ് കൊടുക്കാനുള്ളത്. അയ്യോ, നിക്കർ തന്നെയാണ് ഇത്. നിക്കർ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. കറക്റ്റ് ആ പോയിന്റിൽ തന്നെ അതങ്ങ് വായിച്ചു. അവന്റെ ഈ നോക്കലുണ്ടായിരുന്ന അവന്റെ എന്റെ നോക്കല് കറക്റ്റ് ഒരുപോലെ ഇല്ലേ? ഇല്ല, ഇങ്ങനെയല്ല, ഇങ്ങനെ അവൻ ചിരിച്ചിട്ട് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ എന്നിട്ട് പടം ഇറങ്ങി. അടുത്ത നെക്സ്റ്റ്. ഇവനെന്തോന്നാണ്, സോക്സ് ഇല്ലാത്തോണ്ടാണോ ഇവനെ കൊതു അടിക്കുന്നേ? സോക്സ് വരച്ചു കൊടുക്കാം. സോക്സ് അല്ല, ഷൂസ് ആണോ വേണ്ടത്? ഓക്കെ, ഷൂസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഷൂസ് ആണോ അത്? ഓക്കെ, ഇവന് വേണ്ടത് ട്രഷറാണ്. ട്രഷർ കുഴിക്കാൻ ഒരു മങ്കുത്തി വേണം. സാധനം. ഓ മൈ ഗോഡ്, ഗോൾഡൊക്കെ കിട്ടി പയ്യന്. ഇതിന്റെ ഒരു പകുതി എനിക്ക് തന്ന കുഴപ്പമില്ല. അടുത്തതുണ്ടെന്ന് പറഞ്ഞാൽ ഇതിന് ചക്ര ഇല്ല. അപ്പൊ ചക്രം വരച്ചു കൊടുക്കാം. കുറച്ച് ഹലോയൊക്കെ വരച്ചു കൊടുക്കാം. അലോയ്ക്ക് ഒരു എക്സാം വൈ കിടക്കട്ട്. എടാ നമ്മൾ ഇങ്ങനെ വരച്ചെടുക്കാല്ലേ, കറക്റ്റ് അലോയ് വരച്ചു കൊടുക്കണം. ഒരു കറക്റ്റ് അത്രേ ഉള്ളൂ. തിരിച്ച് നെക്സ്റ്റ്. എടാ ഞാൻ റെക്കോർഡ് ഓൺ എന്നേടേ. ഓക്കെ, റെക്കോർഡ് ഓൺ എന്നെ, ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും മൂഞ്ചി പോരാ. അപ്പോൾ ഇതിന് ചായ വീഴുന്നുണ്ട്. ചായ തുളും വീഴുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ അത് പിടിക്കുക. നമ്മുടെ ഗ്ലാസ് കുറച്ച് വലുതാണ്, കുറച്ച് കപ്പി പിടിക്കാം. പിന്നെ ഇതിലെന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ ഫുഡില്ല, നമുക്കൊരു ലെഗ് പീസ് തന്നെ കൊടുക്കാം. അവന് ചിക്കൻ ലോലിപോപ്പ് കൊടുക്കാം, ഒരു ലവ് ലോലിപോപ്പ് കൊടുക്കാം. ഒരു ലെഗ് പീസിന്റെ ഒരുത്തൻ ഇങ്ങനെ അല്ലടാ, ഒരു ലെഗ് എനിക്ക് അപ്പമാണെന്നാണ് അവന് കൊടുക്കാനുള്ള. എടാ അപ്പം അല്ലടാ, എനിക്ക് തോന്നുന്നു ഗൈസ്.
എടാ അവന് എന്താണ് കൊടുക്കാനുള്ളേ? എടാ നമ്മള് വരച്ചു കൊടുക്കാനുള്ളത് അപ്പൊ അല്ല, സ്പൂണായിരുന്നു. മൂഞ്ചി. ഗയ്സ് അവന് സ്പൂണായിരുന്നു വേണ്ടത്. അയ്യോ അയ്യോ, സ്പൂണ്. സ്പൂണായിരുന്നു ഗയ്സ് അവന് വേണ്ടതാ. അയ്യേ ഛേ, ആ ഹിന്ദി കിട്ടിയപ്പോഴാണ് ഇത് മനസ്സിലായത്, സ്പൂണായിരുന്നു വേണ്ടത്. ഞാൻ വിചാരിച്ച അപ്പം ചിരിയടാ, അപ്പത്തിനുണ്ടായ അടിച്ച അവന്റെ അപ്പത്തിന്റെ കാര്യം ഗയ്സ് ഭയങ്കര പ്രശ്നമാണ്. ബോയ്സ് ലെവൽ 15 ആയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇയാളെന്ന് പറഞ്ഞാൽ എക്സ് ഉണ്ട്, ഓ ഉണ്ട്, സ്ക്വയർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ എക്സ്ട്രാ ഒരെണ്ണം വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു, നമ്മുടെ ത്രികോണം. അത് തന്നെ. ഇതെന്തിനാ ഇടയ്ക്കിടയ്ക്ക് ബ്രഷ് വരുന്നേ? അപ്പൊ മഴ വരുന്നുണ്ട്. മഴ വന്നാൽ എക്സാക്ട്ലി എല്ലാവരും കൊട പിടിക്കുമ്പോൾ ഇവൾക്ക് ഒരു കൊട. കൊടക്ക് ഇത്ര നീളം പോരെ? കൊടയുടെ പിടി ഉറച്ചു മാറിപ്പോയല്ലേ? കുഴപ്പമില്ല, വാഴയില പോലെ ഇരിക്കട്ടെ. അപ്പൊ ഇവന് എനിക്ക് തോന്നണേ നമ്മുടെ ഗോറില്ല കരയണമെങ്കിൽ അവന് ഫുഡ് വേണമായിരിക്കും, അല്ലെങ്കിൽ ലൈക്ക് ഒരു വേറൊരു ഗോറിലെ വരച്ചു കൊടുത്താൽ മതിയോ? അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് ഗോറിലേക്ക് വരെ ഒരു വാഴപ്പഴം വരച്ചു കൊടുക്കണം. വാഴപ്പഴം ഇങ്ങനെയല്ല കേട്ടോ, ഞാൻ ഇങ്ങനത്തെ ഒരു വാഴപ്പഴമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഓക്കെ. കറക്റ്റ് ഒരു ചെറിയ വാഴപ്പഴത്തിന്റെ ഷേപ്പ് ഒക്കെ വന്ന്. ഓക്കെ. അപ്പൊ ഇവന് പച്ച അല്ല, സോറി, മഞ്ഞ, ബ്രൗൺ. അപ്പൊ എനിക്കൊന്ന് ഇയാൾക്ക് മീശ ഇല്ലാത്തോണ്ടാണ്. അപ്പൊ മീശ പിരിച്ചു വെച്ച മീശ കൊടുക്കാം. അത് വരയ്ക്കും കേട്ടോ, അതേപോലത്തെ മീശ തന്നെ കൊടുക്കണം. പാർലോഡിന്റെ ഡബ്ല്യു പിടിച്ച് തിരിച്ചും മറച്ചു വിടണം, എന്നിട്ട് ഡബ്ല്യു. ഓക്കെ. മീശ കുറച്ച് കൂടി ഷേവ് ചെയ്താൽ മതിടാ, ഇല്ലെങ്കിൽ വെട്ടി കളഞ്ഞാൽ മതി. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇതിനിറങ്ങാൻ ഭയങ്കര പേടിയാണ്. അപ്പൊ ഏണി വരച്ചു കൊടുത്താൽ മതി എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരു ഏണി ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതിയോ? ഒരു വര കൊടുത്ത് അതങ്ങ് ഇറങ്ങി വരും. എന്നാ ഞാൻ അതല്ലേടാ ഇപ്പൊ നേരത്തെ വളച്ചു കൊടുത്തത് വന്നില്ല, ഈ നേരെ കൊടുത്ത് വന്ന്. അപ്പൊ തലയില്ലാത്ത ഒരു മനുഷ്യനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ തലയും കണ്ണും മൂക്കും ചിരിയും എല്ലാം വരച്ചു കൊടുത്ത്. ഓക്കെ, അവനും കമ്പനി ഇട്ടിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് അടുത്ത ലെവൽ 21 റൗണ്ടാണ്. അപ്പൊ ഇതിനകത്ത് ഇയാളെന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആക്കണം. അപ്പൊ ഇട്ടു കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഓക്കെ, വരച്ചു കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് റൗണ്ട് ലെവൽ 22 ഡ്രോ ചെയ്യണം. ഡ്രോയിൽ എന്ന് പറഞ്ഞാൽ സൂര്യൻ വന്നു. അപ്പൊ സൂര്യൻ കാരണം ഇവൻ വെന്തുരുകുവാണ്. അപ്പം എനിക്കൊണ്ട് ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ട് കൊടുത്താൽ ശരിയാവുമായിരിക്കും. ഫുൾ സ്ലീവ് ഷർട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വരച്ചു കൊടുത്തതാണെങ്കിൽ ഒരു ഫുൾ സ്ലീവ് ഷർട്ട് ഇല്ല, ഹാഫ് സ്ലീവ് ഷർട്ട് ആയിരിക്കും ഓക്കെ എന്ന് തോന്നുന്നു കേട്ടോ. എനിക്കൊന്ന് ഹാഫ് സ്ലീവ് ഷർട്ട് ഓക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു ഇവന്. ഓക്കെ, ഹാഫ് സ്ലീവ് ഷർട്ട് മതി എന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് നമ്മുടെ കോഴിയുണ്ട്. കോഴി സാറിനെ എണീക്കണമെങ്കിൽ, കോഴി സാർ ഉറങ്ങിക്കൊണ്ടിരിക്കണം. കോഴി സാർ എണീക്കണമെങ്കിൽ കോഴി സാറിന് മെയിൻ ആയിട്ട് വേണ്ടത് കോയ് അതല്ല, സൂര്യനാണ്. സൂര്യൻ ഉദിച്ചാലേ കോഴി ഉണരും. അപ്പം സൂര്യനെ വരച്ചു കൊടുക്കാം. തിരിച്ചോണ്ടിരിക്കണം സൂര്യൻ. എടാ സൂര്യനല്ലടാ വേണ്ടത്. ഓക്കെ, സൂര്യൻ തന്നെ. എടാ ഞാൻ ചിരിച്ച സൂര്യൻ ഇട്ടപ്പോൾ പറ്റൂല. അവന് ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇത് വന്ന് എനിക്കാണ് വീടിന് ഇനി സൂര്യൻ ഉണ്ട്, എല്ലാം ഉണ്ട്. വിഷമമാണ്. പക്ഷെ സൂര്യൻ അല്ല, വീട് കിടന്ന് കരയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നണേ വിൻഡോ ഉണ്ട്. പക്ഷെ കഥവില്ലാത്ത വീട് കാര്യമില്ല. അപ്പൊ കഥ ഉണ്ടാക്കി കൊടുക്കണമെന്നാണ്. കഥവായോ? ഓക്കെ, കഥ വീട്ടി. അപ്പൊ ചിരിച്ചോണ്ടിരിക്കണം. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആണെന്നോ. അപ്പൊ ഇതിന് തലയില്ലാത്ത ഒരു മനുഷ്യൻ നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം. തല ഉണ്ടാക്കി കൊടുക്കണം, ചിരിക്കണം, ഒരു മൂക്ക് വേണം, തലമുടി വേണം, 2 ചെവി വേണം, ഹെയർ സ്റ്റൈൽ വേണം, ഒരു കുറി വേണം. എടാ ഇങ്ങനെടാ എനിക്ക് തോന്നുന്നു ഗൈസ്. വേണം. ഓക്കെ, തല മുട്ട സുനി മതി കേട്ടോ, മുട്ട സുനി മതി. അപ്പൊ നെക്സ്റ്റ്. അപ്പൊ ഇതിനകത്ത് എന്താണെന്ന് നോക്കണമെങ്കിൽ എനിക്കാണ് ഇവൻ ജോക്കർ ആണോ, അല്ലെങ്കിൽ ജോക്കർ ആണെന്നാണ് തോന്നുന്നത്. ജോക്കർ കണ്ടോ, മൂക്കിനകത്തൊരു ഇതൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു എന്തോ ഒരു മിസ്സിങ്. ചിരിയായിരിക്കും അല്ലേ മിസ്സിങ്. ചിരിപ്പിച്ചു കൊടുത്ത് സെറ്റ് ആയിരിക്കും. ചിരിപ്പിച്ചെടുത്ത് ടെക്സ്റ്റ് ആണ്. അപ്പൊ ലെവൽ 26 ആയിട്ടുണ്ട്. ലാസ്റ്റ് ലെവൽ 27. ഒരു ജോലിക്കാരനുണ്ട്. ഒരു പാറയാണോ ഒരു ഇതെന്തോ ആണ്, എന്തോ ചെയ്തു കൊടുക്കണമെന്നാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് മറ്റേ ഈ സാധനം ചെയ്തു കൊടുക്കാം. നമുക്ക് കുപ്പവാരി അതെല്ലാം തോന്നുന്നു. പിന്നെ എനിക്ക് ഹാമർ ചെയ്തോണം. ഇത് പാറയാണെന്നാണ് തോന്നണം. ഹാമർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹാമർ അല്ലേ ഗൈസ്? അപ്പൊ ഇത്
ഓക്കെ ഹാമർ ആണ്. ഹാമർ വെച്ചിട്ട് പുള്ളിക്കാരെ വീട് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് എടാ അതപ്പോ വീടിന്റെ സ്ഥലമായിരുന്നു അത്. ഓക്കെ അപ്പൊ അടുത്തായിട്ടുണ്ട്. അപ്പൊ എനിക്ക് ക്രിസ്മസ് അബൂബ വന്നിട്ടുണ്ട് സ്നോയില്. നേരത്തെ ഒരു ക്രിസ്മസ് അബൂബൻ കാലിൽ ഷൂസിലാ വന്നിട്ടുണ്ടെങ്കിൽ ഇവൻ വന്നിട്ടുള്ളത്. ഇവനെല്ലാം ഉണ്ടല്ലോ അടേ. താടിയില്ല, ഈ താടി ഇല്ലാത്ത ക്രിസ്മസ് അബൂബ ഫിനിഷ് ആവില്ല. താടി വേണം ക്രിസ്മസ് അബൂബിന്. താടി വെച്ചു കൊടുത്തിട്ടുണ്ട്. നോ എനിക്ക് തോന്നുന്നു താടി ഇങ്ങനെ വെച്ചു കൊടുക്കണം. ഓക്കെ താടി അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ലെവൽ 29 നെക്സ്റ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവന്റെ കൊട ഉണ്ടെങ്കിൽ ഇവൻ കുറച്ച് ഇതാവുമെന്ന് തോന്നുന്നു. ഇല്ല മുടി ഉണ്ടെങ്കിൽ ഇതാവുമെന്ന് തോന്നുന്നു. ഇല്ല പിന്നെ എന്തുണ്ടെങ്കിൽ ഇതാവും ഇവൻ. എടാ ഇവ എന്തൊക്കെ ഉണ്ടെങ്കിൽ ഇതാവൂലല്ലോ ഗൈസ്. അർദ്ധരാത്രി കൊട ചൂടെന്ന് പറയുമ്പോലെ ഞാൻ ഇവിടെ കൊട ചൂടിപ്പിച്ചേട്ടോ പയ്യനെ. എനിക്ക് തോന്നുന്ന ഇവന് വേണ്ട എന്താന്ന് പറയട്ടെ ഗൈസ്. ഇവന് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ വെയിലുണ്ട്, തണുക്കുന്നുണ്ട്, മുടി വെച്ചു കൊടുത്തിട്ട് മുടി വരൂലെന്ന് തോന്നുന്നു. ഓക്കെ മുടി വരൂല. ഇത്ര നേരം പിന്നെ എന്തോ കിണ്ടിയാണ് ചെയ്തോണ്ടിരുന്നത്. നെക്സ്റ്റ് ലെവൽ 13 ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവൻ നോക്കിക്കൊണ്ടിരുന്നു ഇവിടെ ചിത്രമല്ലാതെ ചുമ്മാ ഒരു ചുവപ്പന്റെ നോക്കിക്കൊണ്ടിരുന്ന പറ്റൂല. അപ്പൊ ഒരു പടം എന്തെങ്കിലും ഒരു പടം എന്തെങ്കിലും വെച്ചു കൊടുക്കാം. ഓക്കെ ഓക്കെ അതെല്ലാവരും കാണുന്നത്. എന്റെ എനിക്കറിയാം ഇതിനെ പറ്റി പണ്ടേ അമ്മ പറയുമായിരുന്നു എനിക്ക് നല്ലൊരു വരയ്ക്കാനുള്ള കഴിവുണ്ടെന്ന്. ഞാൻ എന്റെ പേനയെ കാണാൻ എന്റെ കൈ കിടന്ന് തരിക്കുമായിരുന്നു. ഇപ്പോഴല്ലേ കാര്യം പിടിയിട്ട്. അത്രയ്ക്ക് സ്കില്ലുള്ള ഒരാളായിരുന്നു ഞാൻ. ഇനിയിപ്പം പറയണം നാളെ തൊട്ട് വരച്ച് സെല്ല് ചെയ്യണം. കൊടീശ്വരൻ പടം വരച്ച ഏറ്റവും വലിയ ആർട്ടിസ്റ്റ് അതാണ്. ആർട്ടിസ്റ്റ്. അപ്പൊ നെക്സ്റ്റ്. അപ്പൊ ഇതിന് വന്നിട്ടുണ്ട് എനിക്ക് തന്നെ പ്രകാശ സംശ്ലേഷണം നടന്നാൽ മാത്രമേ പൂക്കള് വരുള്ളൂ. അപ്പൊ നമ്മൾ പൂക്കള് വളർത്താൻ നമ്മള് സൂര്യൻ വേണം. സൂര്യനല്ലടാ വേണ്ടുള്ളത്, വെള്ളമാണ് വേണ്ടെന്ന്. മഴയാണോ പെയ്യാവുള്ളത്? മഴയാണ് പെയ്യാവുള്ളത്. മഴ പെയ്താലേ പൂക്കൾ ഒരു വെള്ളം കൂടെ വേണം. പ്രകാശ സംശ്ലേഷണം മാത്രം പോരെന്ന്. അപ്പൊ നെക്സ്റ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു പിള്ളേർ ഇവിടെ എന്തോ കണ്ട് എൻജോയ് ചെയ്യുന്നു. മേശ നോക്കിയിട്ട് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ടി വി ആയിരിക്കും. ടിവിക്ക് ഒരു സ്റ്റാൻഡ്, ഒരു വലിയ LED TV. ഇത്രയും വലിയ TV. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ടിവിക്ക് ഒരു ഫ്രെയിം കാണും. ടിവിയുടെ അകത്ത് W ബാറിലൂടെ ഇടാൻ പോയി. എടാ ശരിയായില്ലടാ, ഇങ്ങനെയല്ലടാ. അകത്തുള്ള ഫ്രെയിം അല്ലേ ശരിയാക്കാനുള്ള. നല്ല ഒരു വലിയ ഇഞ്ച് LED TV വാങ്ങിച്ചു കൊടുത്തിട്ട് അവന്മാർക്ക് വേണ്ടത് ഈ തൊക്കട TV. ആണ്ടവനെ ഈ ഗെയിമൊക്കെ കണ്ടുപിടിച്ചവനെ കവാലം നോക്കി അടിക്കണം. ഓക്കെ നെക്സ്റ്റ്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇത് മറ്റേ മോനെ വെച്ച് വരയ്ക്കാനുള്ള ട്രയാങ്കിള്. ഇതിനൊക്കെ A+ വാങ്ങിച്ചു തന്നല്ലോടാ. അപ്പൊ സോക്സ് കിടന്ന് അറിയുന്നുണ്ട്, നിക്കർ കിടന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സോക്സ് കിടന്ന് കരയണമെങ്കിൽ എന്തായിരിക്കും റീസൺ? നിക്കറിനോട് ഈഗോ അടിച്ചാണ്. നിക്കർ അവിടെ പാവം പോലെ തോന്നുന്നു. അപ്പൊ ഒരു സോക്സ് വെച്ച് ഒരുത്തന്മാരും യൂസ് ഇടൂല. അപ്പൊ 2 സോക്സ് വേണമെന്നാണ് ഇവ കിടന്ന് കരുതുന്നത്. അപ്പൊ ഇവന്റെ കമ്പനി കൊടുക്കാം. ഓക്കെ കമ്പനി എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അടുത്തൊരു സോക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും ഹാപ്പി. അപ്പൊ അടുത്ത ലെവൽ 36 വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ പൈരറ്റിന്റെ കൊടിയാണ്. പൈരറ്റിന്റെ കൊടിന് മെയിൻ ആയിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ലൈക്ക് തലവെട്ടി വരച്ചു കൊടുക്കാവേ. തലവെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇങ്ങനെ വരും. തലവെട്ടിക്കകത്ത് 2 കണ്ണും കാണും, ഒരു അല്ലേ. തലവെട്ടി ഇങ്ങനെ അല്ലടാ. അയ്യോ നല്ല കിടിലൻ തലയോട്ടി വരച്ചെടുത്തിട്ട് അമ്മർക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു മെലിഞ്ഞ് കുലിഞ്ഞ് ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ഇവർക്ക് വേണ്ട ഉള്ളൊരു തലയോട്ടിയാണ്. ആണ്ടവനെ ഈ ഗെയിമൊക്കെ ഉണ്ടാക്കിയവന്റെ ഏത് നേരമാണോ എന്തോ ഞാൻ കിടില സാധനം തലയോട്ടി വരച്ചു വെച്ച് കൊടുത്തപ്പോ അവൻ അതൊന്നും വേണം. അവൻ ഈ വേണ്ടത് ഇത് തലയോട്ടിയെന്ന് കണ്ടാലെങ്കിലും പറയോടാ ഇത്. നെക്സ്റ്റ്. അപ്പൊ ഡ്രാക്കുള വന്നിട്ട് ഡ്രാക്കുള വേണത് ഒരു പെണ്ണുപിള്ള പിടിക്കാനാണ്. അപ്പം പെണ്ണുപിള്ള അലറിക്കൊണ്ട് ഓടണം. അപ്പൊ ഡ്രാക്കുള ചാവണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളോ സൂര്യൻ വരണം. സൂര്യൻ പുനർജന്മം എടുത്ത് നീ വീണ്ടും വരും ഭൈരവാ. അതങ്ങ് ഭസ്മായിപ്പോയി. ആ പെണ്ണിന് ഞാൻ ഇഷ്ടിച്ചു. നെക്സ്റ്റ്. അപ്പോ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ വണ്ടർ വാട്ട് യു ആർ.
അപ്പൊ എന്താണ് വേണ്ടത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനും ഒരു സ്റ്റാർ ഇല്ലാത്ത ക്രിസ്മസ് ട്രീ ഫിനിഷ് ആവൂല. ഒരു സ്റ്റാർ വരച്ചു കൊടുക്കണം. നമുക്ക് പണ്ടത്തെ സ്റ്റൈൽ സ്റ്റാർ വരച്ചാലേ. ഇത് വേണ്ട, നമുക്ക് ഇങ്ങനത്തെ സ്റ്റാർ വരയ്ക്കാം. ഇങ്ങനെ 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 ഇങ്ങനെ. ഓ, അങ്ങനെ ഒരു കിഡിലുള്ള സ്റ്റാർ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ എടാ ഇവന്റെ കൈ കാര്യം ഇട്ടിടുന്നുണ്ട്. കൈ ഉണ്ട്, അപ്പൊ കൈയില്ല. അപ്പൊ ഇവന് കൈ എടുത്തു കൊടുക്കണം. കൈ നല്ല പെർഫെക്റ്റ് ആയിട്ട് കൈ വരച്ച് ഒരു 3 വിരലിന്റെ കൈ വെച്ചു കൊടുക്കാം. ഓക്കെ, അതിനെ കൈ ഇട്ടി അവൻ വലത്തേക്ക് വേണ്ടി ടാറ്റയും താങ്കും ഒരുമിച്ച് പറയുന്നു. അവന്റെ മോഭാവം കണ്ടാൽ അറിയാം. നെക്സ്റ്റ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇതുവഴിയാണ് എൻട്രൻസ് കൊടുത്തിരിക്കണം. വീടിന്റെ കഥ ഇവിടെയാണെങ്കിൽ ഇവിടെ കൂടെ എനിക്ക് തോന്നുന്നു ഇവനിക്ക് ഇതിന്റെ മുകളിൽ കയറാൻ എന്തെങ്കിലും ഇത് വേണം. അപ്പൊ നമുക്ക് ഇതുവഴി വെച്ചു കൊടുക്കുക, ഒരു തേരി ഇട്ട് കൊടുക്കുക. അപ്പൊ ഒക്കെ സെറ്റ്. അപ്പൊ 41ാമത്തെ ലെവലായിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവനെ കാലിന്റെ പകുതിയില്ല. അപ്പൊ കാല് വരച്ചു കൊടുക്കണം. ഇതെന്താ ലെവല് കൂടുന്തോറും ഈസി ആയിട്ടുള്ളത് വരുന്നേ. എനിക്ക് തോന്നാ വരാത്ത ഇട്ടിട്ട് വരാത്തെന്താ ഇപ്പ കഴിച്ച് ഞാൻ ഇട്ടിട്ട് വരാത്ത. ഇതെന്താണ് ഞാൻ ഇട്ടിട്ട് വരാത്തേ. അത് കാലില്ലാത്തല്ലേ, നമ്മൾ സോക്സ് ഇട്ടിരിക്കുമായിരുന്നു ഗൈസ്. മേരാ മിസ്റ്റേക്ക്. ഐ അണ്ടർസ്റ്റുഡ്, സോറി. അപ്പൊ നെക്സ്റ്റ്. പാച്ച് വരച്ചു കൊടുത്തിട്ട് ശരിയാ. നല്ല നല്ല കിടില വാച്ച് വരച്ചെടുത്തിട്ട് ഇതെന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്തത്. അപ്പൊ നെക്സ്റ്റ് 43ാമത്തെ ലെവലേ. 43ാമത്തെ ലെവൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് സ്കെൽട്ടൻ ഇതില്ല കേട്ടോ. സ്കെൽട്ടൻ വരച്ചു കൊടുക്കുക, തല വരച്ചു കൊടുക്കട്ടെ. നേരത്തെ വരച്ച് നമ്മുടെ ഇതിന് കഴിവിന് ഇത് അംഗീകരിക്കാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമില്ല. ഒരു കൊള്ളാത്തൊരു സ്കെൽട്ടൻ വരച്ചു കൊടുക്കാം. അത് നമ്മുടെ കഴിവ് എപ്പോഴാണ് അംഗീകരിച്ചിട്ടുള്ളവര്. എനിക്ക് തോന്നുന്നു ഗൈസ്, നമ്മളില്ലേ ഈ കൈ വിടാതെ തന്നെ വരയ്ക്കണമെന്ന് തോന്നണം. അതാണെന്ന് തോന്നുന്നു നമ്മൾ ഇത്ര തവണ മൂഞ്ച് ചെയ്ത് കേട്ടോ. നമ്മൾ കൈ ഇല്ലാതെ വരയ്ക്കണം. നമ്മൾ കൈയെടുക്കാൻ പറ്റൂല. അതാണ് ഇത്ര നേരം പ്രശ്നം പറ്റിയ. ചുമ്മാതല്ല, നമ്മൾ കൈയെടുക്കാൻ പാടില്ല ഗൈസ്. ഇപ്പോഴാണ് മനസ്സിലായതാട്ടാ. എന്റെ മിസ്റ്റേക്ക് തന്നെ. തേങ്ങ. നെക്സ്റ്റ്. അപ്പൊ കുളിര് കോളുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു സൂര്യൻ വെച്ചു കൊടുത്താൽ ശരിയാവുമായിരിക്കും. ശരിയായില്ല എനിക്ക് തോന്നപ്പം എന്തെങ്കിലും വരച്ച് ചന്ദ്രൻ വരച്ചു കൊടുത്ത. ചന്ദ്രൻ വരച്ചില്ല, എന്തായാലും വരുമല്ല. നിങ്ങൾ തീക്കനൽ കൂട്ടിയാൽ ശരിയാവുമായിരിക്കും തോന്നണം. തീക്കനൽ കൂട്ടാം. ഓക്കെ, അങ്ങനെ തീക്കനലോട്ട് പയ്യൻ 2 കൊമ്പൊക്കെ ഇവിടെ കൂടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ നോക്കുമ്പോ എന്തായാലും ഒരു ചന്ദ്രനെ കാണണം, കുറച്ച് സ്റ്റാർസിനെ കാണണം. സ്റ്റാർസ് നമ്മുടെ സ്റ്റാർസ് ഇങ്ങനെ കിടക്കട്ടെ. ഓക്കെ എടാ ഗൈസ്, എത്ര പേർക്ക് ഓർമ്മയുണ്ട് നമ്മൾ പണ്ട് സ്റ്റാർ വരയ്ക്കാൻ നമുക്ക് അറിയാത്തോണ്ട് നമ്മള് സ്റ്റാർ വരയ്ക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു സ്റ്റാർ വരയ്ക്കണം. ആർക്കെങ്കിലും ഓർമ്മയുണ്ടാ? നമ്മളിങ്ങനെ സ്റ്റാർ വരയ്ക്കണം ഒരു ടൈം ഉണ്ടായിരുന്നു. കറക്റ്റ്. ആ ഒരു സ്റ്റാർ വരച്ചിട്ടുള്ള ആരെയും കമന്റ് ചെയ്യണേ. ഞാൻ അങ്ങനെയാണ് ആദ്യം ഫസ്റ്റ് ടൈം വരച്ചത്. എനിക്ക് വരയ്ക്കാൻ കിട്ടൂലായിരുന്നു ആദ്യം സ്റ്റാർസ്. അപ്പം ഇങ്ങനെയാണ് വരച്ചോണ്ടിരുന്നത് സ്റ്റാർ വരയ്ക്കാനുള്ള വഴി ഏത്. അപ്പൊ നെക്സ്റ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പൊ ഇതിനെ അപ്പം എനിക്ക് തോന്നി ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പം സൈൻകോസ് ബൈ സ്റ്റാൻഡിറ്റ് മനസ്സിലായില്ല കേട്ടോ. ഒന്നും ഇത് വരച്ചിട്ട് ഇത് വരയ്ക്കാനാടാ, ഇത് വരയ്ക്കടാ നായേ എന്ന് പറഞ്ഞാണ് അവന്റെ അടുത്ത്. അത് വരച്ചില്ല. A+ കിട്ടി. ആണോ എനിക്ക് തോന്നി ഇവന് കണ്ണ് വയ്യ. അപ്പൊ നമ്മളൊരു കണ്ണാടി ഇട്ട് കൊടുക്കണമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ചെറിയൊരു ബൾബ് വെച്ച് കൊടുത്താൽ വെട്ടം കിട്ടുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ക്ഷീണിതനാണ്. എനിക്ക് തോന്നുന്നു ചെറിയ ഗ്ലാസ്സില് നമ്മള് ചെറിയൊരു കപ്പ് ചായ കൊടുത്താൽ ശരിയാവുമായിരിക്കും. ചിരി കൊണ്ടാണ് അവന് ചായ പിടിച്ചപ്പോ ചാർജായി. ഏത് ചായ പിടിച്ച ചാർജാത്ത ആരെങ്കിലും ഉണ്ടാ?
അപ്പൊ ചായ എടുത്ത് ചാർജ് ആയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കണം. കാല് വരച്ചു കൊടുത്തു. കാലിന് കാൽപ്പത്തി ഇല്ലായിരുന്നടാ, കുഴപ്പമില്ലടാ. അപ്പൊ പാസ്വേഡ് 1 അതൊരു സോറി പാസ്വേഡ് അടിക്ക കീബോർഡ് വേണോ ഇത്? സോറി ഇപ്പോഴല്ലേ പിടി കിട്ടിയത്. ഇങ്ങനെ കുറെ വരകള്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ വരകള്. ഓക്കെ, കീബോർഡിന് കുറച്ച് കുഴപ്പമില്ല, അത് മതി. നെക്സ്റ്റ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇഞ്ചക്ട്. അപ്പൊ ഈ മല എന്തോ ഫ്രണ്ടിൽ ഉണ്ട്. അപ്പൊ ഇത് വന്ന് എന്തോ പ്രശ്നമായിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ലെവൽ 50 ലെവൽ, അങ്ങനെ ഹാഫ് ലെവൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പൊട്ട ഗെയിം നമ്മൾ ഇങ്ങനത്തെ ഒരു പൊട്ടത്തരം കളിച്ച് നമ്മൾ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് 50 ലെവൽ. ഓ മൈ ഗോഡ്. അപ്പൊ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഞ്ചക്ട് എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ട് മായ്ക്കാൻ പറ്റൂ? ഇല്ല, ഇഞ്ചക്റ്റിന് ഇവിടെ ഒരു സ്വിച്ച് വെച്ചാൽ തീർന്നു. എനിക്ക് തോന്നുക ഇഞ്ചക്റ്റിന് ഒരു സ്വിച്ച് വെച്ച് കൊടുത്താൽ പോരെ, അപ്പൊ ശരിയാവൂലേ? നമ്മൾ അവ എന്തിനോ നെക്കുന്നുണ്ട്, പക്ഷെ നെങ്ങുന്നില്ല. അപ്പൊ നമ്മൾ അവിടെ നിക്കാനുള്ള എവിടെയാണെന്ന് നിക്കാനുള്ള തോന്നുന്നു. നമ്മൾ ഇതിങ്ങനെ എനിക്ക് തോന്നുക നമ്മൾ അവൻ നെക്കണ അവിടെ ഒരു No, 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 no. എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ നമ്മള് ഹാഫ് ലെവൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്. അപ്പൊ പിന്നെ ഇഞ്ചക്ട് ഇപ്പൊ 50 ഇഞ്ചക്ട് എന്ന് പറഞ്ഞാൽ ഇവ എന്തെങ്കിലും നെക്കുന്നുണ്ട്. അപ്പൊ കീ ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ കീ നെക്കി കൊടുക്കാം. ഓക്കെ, കീ നെക്കി കൊടുത്ത പാരച്ചൂട്ടിൽ വന്നിട്ടുണ്ട് ഗൈസ്. നെക്സ്റ്റ് ലെറ്റ്സ് ഗോ. അപ്പൊ ഇത് വന്നിട്ടുണ്ട്. അപ്പൊ ഇവ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എനിക്ക് ചിക്കൻ ഇല്ലാത്തോണ്ടാണ് നമ്മൾ ചിക്കൻ വരച്ചു കൊടുക്കാം. എടാ ചിക്കൻ ഇങ്ങനെ എല്ലാം തോന്നി. ചിക്കൻ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇങ്ങനെ ചോറില്ലാത്തയാണോ അവന്റെ പ്രശ്നം? ഇവൻ എന്താടാ ഇവന് കഴിച്ച എനിക്ക് ഇത് കിട്ടണമെന്നില്ല കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മളെ ലെവൽ 51 ആയിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും ഇത് ചോദ്യം വരുന്നത്. അപ്പോ ആരൊക്കെ ലാസ്റ്റ് വരെ കണ്ടിട്ടുണ്ടോ നോക്കിയൊക്കെ. ലാസ്റ്റ് വരെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇതെന്താണ് ഈ ലെവലിൽ 51 കംപ്ലീറ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ആരൊക്കെ കാണുമെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ ബൈ ഗൈസ്, ലവ് യു, ടേക്ക് കെയർ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിന് ഞാൻ ബൈ ഗൈസ്, ലവ് യു, ടേക്ക് കെയർ. അപ്പോൾ ഞാൻ നിര്യാതനായി. ബൈ ഗൈസ്.